സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിൽ സർക്കാരിന് പൂർണ്ണമായും വീഴ്ച പറ്റി. തിരച്ചിലിന് കേന്ദ്രസേനയുടെ സഹായം തേടാൻ ബിജെപി നേതാവിനെ സർക്കാർ സമീപിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ ഇനിയെങ്കിലും കുടുംബം ആവശ്യപ്പെടുന്ന തരത്തിൽ തിരച്ചിൽ നടത്തണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധനത്തിനിടയിൽ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിനായി കേന്ദ്രസേനയുടെ സഹായം തേടുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റി. സർക്കാർ സഹായം ആവശ്യപ്പെട്ടത് ബിജെപി നേതാവ് വഴിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ സഹായത്തിനായി ഒരു മന്ത്രി സമീപിച്ചുവെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ്. സാധാരണഗതിയിൽ സർക്കാർ എന്ന നിലക്ക് ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെടും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോട് അഭ്യർത്ഥിച്ച്, ഒരു മന്ത്രി അഭ്യർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ മന്ത്രി അങ്ങനെ അഭ്യർത്ഥിക്കില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച് മന്ത്രി അഭ്യർത്ഥിക്കുന്ന നില ഉണ്ടായി എന്നാണ് കാണേണ്ടത്. അപകട സമയങ്ങളിൽ സഹായം ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ എത്തുന്നവരാണ് നേവിയും മറ്റു കേന്ദ്രസേനകളും. അങ്ങനെയിരിക്കെയാണ് ബിജെപി നേതാവിനെ സർക്കാർ മധ്യസ്ഥരാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. അതേസമയം മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി വന്ന അബദ്ധങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് അതിവേഗതയിൽ നടപടികൾ സ്വീകരിച്ച് ഈ കടലിൽ നഷ്ടപ്പെട്ടയാളെ, ഇദ്ദേഹം മാത്രമല്ല 3 ആളുകൾ നമ്മുടെ സഹോദരങ്ങളിപ്പോൾ കടലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള നടപടികൾ ജാഗ്രതയോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ജോണിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന തരത്തിൽ സർക്കാർ തിരച്ചിൽ നടത്തണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. അതേസമയം സർക്കാർ തിരച്ചിലിൽ ഇപ്പോഴും അലംഭാവം തുടരുകയാണ്. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയും വി ശിവൻകുട്ടിയും MLA PA മുഹമ്മദ് റിയാസും പ്രതിപക്ഷ നേതാവിനൊപ്പം ജോണിന്റെ വീട്ടിലെത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.